മാങ്ങ ഇഞ്ചി ഒരു പൂള് മാങ്ങയിട്ട് തേങ്ങ ചേർത്ത് അരച്ച ചമ്മന്തി കേട്ടോ. ആദ്യത്തെ കറി എന്ന് പറയാൻ പറ്റൂല അല്ലേ? ഇതിന് കറി എന്ന് പറയാവോന്ന് എനിക്കറിയില്ല. നിങ്ങളെ ഇഷ്ടമുള്ളത് പേരിട്ടോ. കൂട്ടാൻ ഞാൻ പറയണ ചമ്മന്തി കേട്ടോ. സമ്പുഷ്ടമായ ചമ്മന്തി മാങ്ങാഞ്ചി. അടുത്ത കറി അപ്പയുടെ പയർ അച്ചിങ്ങ. വയലറ്റ്. പിന്നെ ഏത്തക്ക വാങ്ങിച്ചതാ. അത് കൂട്ടുമെഴുക്ക് വരട്ടെ കേട്ടോ. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കിച്ചണിൽ കാണാം. നിനക്ക് കുറച്ച് മതിയായിരിക്കും. കുറച്ച് മതി. നിനക്ക് ഇതിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇൻട്രസ്റ്റ് പോയേ. ഇത് മതിയോ? അല്ല ഇനിയിപ്പോ ഒരു 3 ആഴ്ച കൂടെ ഇങ്ങനെയൊക്കെ തന്നെ പുലർത്താക്കിയേ. ഇനി മാങ്ങ കൊണ്ടുള്ള തന്നെ ഇന്നലെ ഉണ്ടാക്കിയ അങ്കമാലി കറി ചാറ. അതിലാണ് എനിക്ക് സൂപ്പർ. അടുത്ത കറി ഇവനെ കറി എന്ന് വിളിക്കാവോ? ഞാൻ വിളിക്കാം. എന്നാ കുഴപ്പമില്ല. ഇവനെ കറി എന്നൊക്കെ വിളിക്കാം, ഒരു വിഷയമില്ല. ഓക്കെയാ? വിഷയം ഉണ്ടെങ്കിലോ? വിഷയമില്ല, കറിയാണല്ലോ. തേങ്ങാപ്പാലൊക്കെ ചേർത്ത കറി സൈഡിൽ വെച്ചാ മതി. മനസ്സിലായി? പിടിക്കട്ടെ എന്നാ. ഇവിടെ വെക്കാം സൈഡില്. ഇന്ന് തന്നെ എന്റെ പോലെ സൈഡിലാക്കിയത്. മാങ്ങ ഇഞ്ചി ചമ്മന്തി ചാലിക്കാൻ അല്ലേ? അത് വീഡിയോയില് കാണിക്കാൻ വേണ്ടിയാ. ആണോ? ഓക്കെ, നീ എന്റെ ചോറ് കൊണ്ടുവരുമ്പോ കാണിക്കാം. ഇന്നിപ്പോ ഈ പുളിപ്പുള്ള ഇതൊക്കെ ഉള്ളത് കൊണ്ട് അപ്പയ്ക്ക് ഞാൻ പിക്കിൾ ഇടണില്ല കേട്ടോ. അതിന്റെ ആവശ്യമില്ല. ദേ അപ്പയ്ക്ക് അതുകൊണ്ട് വെളുത്തുള്ളി പിക്കിളുണ്ട്. കാര്യം വേണോ? വേണ്ടല്ലോ. വേണ്ട. ഇതൊക്കെ പുളിയുള്ള സംഗതികളല്ലേ, അപ്പൊ പിന്നെ പിക്കിളിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എന്റെ ചോറ് കൊണ്ടുവരുമ്പോ കാണാം. അപ്പൊ മണി അപ്പ വീട്ടിൽ പോയിച്ച് വന്നുകൊണ്ട് 2 മണിയായി. വീടെന്ന് പറഞ്ഞാൽ ഇപ്പടെ തറവാട. വീട്ടിൽ പോയിച്ച് വന്നതാണ്. അപ്പൊ ഇനി ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. ഊണ് കഴിച്ച് ചൂട് കൊണ്ട് ഒരു നിവൃത്തിയില്ല അല്ലേ? എല്ലായിടത്തും ചൂടാന്ന് എനിക്കറിയാം. 2 മണി എല്ലാവരും വിശ്രമിക്കുക. പക്ഷെ വിശ്രമിക്കാൻ കിടന്നാലും നെഞ്ചത്തോടെയൊക്കെ ഇതിന്റെ ഫാനിന്റെ അടിയിൽ കിടന്നാലും ഇത് ഒഴുകുക വേർപ്പ. എന്നാ ഇടങ്ങി 2-3 മാസം കൂടെ കഴിച്ചു കൂടണം. 2-2.5 മാസം അല്ലേ? അപ്പോൾ ഓക്കെ.